പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം പരിശോധിക്കും. പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറും നൽകിയ വിശദീകരണമാണ് AEO ഇന്ന് പരിശോധിക്കുക. വിഷയത്തിൽ സ്കൂൾ മാനേജറുടെ വാദം കേൾക്കാൻ നോട്ടീസ് നൽകും. സംഭവത്തിൽ കുറ്റാരോപിതനായ അധ്യാപകനെതിരെ സ്കൂൾ ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തിരുന്നില്ല. അധ്യാപകൻ സ്കൂൾ മാറിപ്പോകുന്നത് സ്വാഭാവിക സ്കൂൾ മാറ്റമെന്നായിരുന്നു ആദ്യം നൽകിയ വിശദീകരണം. പിന്നീടാണ് യഥാർത്ഥ കാരണം വ്യക്തമാക്കിയത്. സ്കൂളിൻ്റെ നടപടിക്കെതിരെ AEO നൽകിയ റിപ്പോർട്ടിലും ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഇന്നിപ്പോൾ സ്കൂൾ നൽകിയ വിശദീകരണത്തിൽ ഒരു പരിശോധന ഉണ്ടാകും. പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറുമൊക്കെ ഈ സംഭവത്തെ ആസ്പദമാക്കി അവരുടേതായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് AEO ഇന്ന് പരിശോധിക്കും. AEO നേരത്തെ ഒരു റിപ്പോർട്ട് ഈ സ്കൂളിനെതിരെ, സ്കൂൾ അധികൃതർക്കെതിരെ, പ്രധാന അധ്യാപികയ്ക്കെതിരെയൊക്കെ തന്നെ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള AEOയുടെ റിപ്പോർട്ട് ചർച്ചയായതാണ്. അതിന് പുറത്ത് നടപടി ഉണ്ടാവുകയും ചെയ്തു. ഈ അധ്യാപകനെതിരെയും കടുത്ത നടപടികളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു വന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ഈ സ്കൂൾ അധികൃതർ നൽകിയ വിശദീകരണം കൂടുതൽ പരിശോധിക്കുകയാണ്. ഒപ്പം സ്കൂൾ മാനേജറുടെ വാദം കേൾക്കേണ്ടതുണ്ട്. അതിനായി നോട്ടീസ് നൽകും. AEO ഇതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ കൈകാര്യം ചെയ്യുമെന്നും വ്യക്തമാകുന്നു. കുറ്റാരോപിതനായ അധ്യാപകനെതിരെ സ്കൂൾ ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തില്ല. കാരണം AEOയുടെ റിപ്പോർട്ടിൽ സ്കൂൾ അധികൃതർ ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ വൈകിയിരുന്നു. ആ നടപടിയെടുക്കാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു AEO സമർപ്പിച്ചിരുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അധ്യാപകനെതിരെയും ഒപ്പം സ്കൂളിനെതിരെയും ഒക്കെ നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. ആദ്യഘട്ടത്തിൽ ആ നടപടി എടുത്തിരുന്നില്ല. അധ്യാപകൻ സ്കൂൾ മാറിപ്പോയി. എന്നാൽ ഇതൊരു സ്വാഭാവികമായ സ്ഥലമാറ്റമായിരുന്നു എന്നാണ് നൽകിയ വിശദീകരണം. അത് സ്വാഭാവികമാണോ എന്നുള്ളതായിരിക്കും ഇന്നിപ്പോൾ AEO അടക്കം പരിശോധിക്കുക. യഥാർത്ഥ കാരണം പിന്നീട് വ്യക്തമാകുന്നതും കണ്ടു. പിന്നീട് കേസിലേക്ക് കടക്കുന്നതും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം ചുരുളഴിയുന്നതും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, എത്രത്തോളം വിശ്വാസ്യത പുലർത്താൻ പറ്റും എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന ഇന്നിപ്പോൾ വിശദീകരണത്തിന്മേലുണ്ടാകും. അപ്പോൾ സ്കൂൾ മാനേജറുടെ വാദം കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. സ്കൂൾ മാനേജർക്കെതിരെ, പ്രധാന അധ്യാപികയേക്കാൾ ഉപരി സ്കൂൾ മാനേജർക്കെതിരെയാണ് നടപടി കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ച പിന്നാലെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ സ്കൂൾ മാനേജറുടെ വാദം കേൾക്കേണ്ടതുണ്ട്. ആ വാദം കേൾക്കാനായി നോട്ടീസ് നൽകും. ആ നടപടികളൊക്കെ ഇന്നിപ്പോൾ പുരോഗമിക്കും. അപ്പോൾ സ്കൂൾ അധികൃതരുടെ വിശദീകരണം പരിശോധിക്കും. AEOയുടെ റിപ്പോർട്ടിലും ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർക്കെതിരെ ഉള്ള നടപടിയടക്കമുണ്ടായത്. ആ നടപടി പുറത്തു വന്നതിന് പിന്നാലെ കൃത്യമായ വിശദീകരണങ്ങൾ നേരത്തെ നൽകിയിരുന്നു. ആ വിശദീകരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ അധികൃതർ. അപ്പോൾ ആ വിശദീകരണത്തിലുള്ള പരിശോധനയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കാനിരിക്കുന്നത്.